ഹായ്, എൻ്റെ ഷർട്ട് എങ്ങനെയുണ്ട്? കൊള്ളാമോ? കണ്ടോ, രണ്ട് പോക്കറ്റിന് രണ്ട് ചിറകൊക്കെയുള്ള ഷർട്ടാണ്. പറക്കും ചിറക്. ഇങ്ങനെ ഈ ചിറക് ഞാനിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് സ്പീഡിൽ അടിക്കത്തില്ല. സ്പീഡിലടിച്ചാൽ ഞാൻ ഇവിടുന്ന് ഉയർന്ന് മുകളിലേക്ക് പോകും. പിന്നെ തലേൻ്റെ മേളിലിടിക്കും, വലിയ വലിയ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഞാൻ സ്പീഡിൽ അടിക്കത്തില്ല. ഇങ്ങനെ ഇത് ഈ ചിറകടിച്ച് പറക്കാൻ പറ്റും. സംശയമുണ്ടോ? വേണ്ട, ഞാനത് ഇട്ട് വെച്ചേക്കാം, അല്ലെങ്കിൽ ചിലപ്പം പറന്നാൽ. പിന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഏണി കിട്ടി. ഏണി എന്ന് പറയുന്നത് ചെറിയ ഏണിയൊന്നുമല്ല, ഐറ്റം സാധനം. ദൈവത്തിലേക്ക് നേരിട്ടുള്ള ഏണിയാണ്. ഒറ്റയടിക്ക് ഏണിയുടെ ഞാൻ എന്നിട്ട് അതിങ്ങനെ പാർട്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കാണിക്കാൻ പറ്റത്തില്ല. കാണിക്കണമെങ്കിൽ 51,000 രൂപ പറഞ്ഞു. എന്നാലേ ഞാൻ ആ ഏണി നിങ്ങൾക്ക് കയറാം. ആ ഏണിക്കകത്ത് ഡയറക്റ്റ് ആക്സസ് ആണ്. വേറെ ഒരിടത്ത് ക്യൂ നിൽക്കേണ്ട, ഒന്നും വേണ്ട. കാരണം ഇതൊരു പവറാണ്. ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു പവറാണ്. ആ പവർ നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലൗകികമായ ജീവിതം മുഴുവൻ ത്യജിച്ച് ഹോട്ടലിലിരുന്ന് ഞാനിപ്പോൾ ആരും അറിയാതെ കള്ള് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കള്ള് കുടിച്ചിട്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു ദിവ്യശക്തി കിട്ടിയത്. ഹോട്ടൽ റൂമിലാണ് ഇപ്പൊ സ്ഥിരം. ധർമ്മം പഠിപ്പിക്കാൻ ഒരുത്തനും വരണ്ട, അതിന് നല്ല കൊന്നുകളയി. അത്ര ധർമ്മത്തിന് മുമ്പിൽ മുട്ടൊന്നും കുത്തില്ല, സൗകര്യമില്ല. ഞാൻ എന്റെ കാശ് കൊടുത്ത് ഞാൻ പലതും മേടിക്കും, ഞാൻ പലതും മേടിക്കും, പലതും അടിക്കും. മനസ്സിലായോ? കണ്ടോ, എന്റെ കാശ് കൊടുക്കും, ഞാൻ പലതും മേടിക്കും, പലതും അടിക്കും. അത് രാവിലെ അടിക്കും, ഉച്ചക്കും അടിക്കും, വൈകിട്ടും. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറക്കിയോ? എനിക്കൊരു എന്റർടൈൻമെന്റ് വേണ്ടേ. യാതൊരു മതത്തിലോ ഒരു നിയമത്തിലോ ഞാനില്ല. ഓക്കെ, അതൊരു മതത്തിന്റെ ആണെങ്കിലും എന്തിന്റെ ആണെങ്കിലും ഒരു നിയമത്തിലും ഞാനില്ല. എൻ്റെ ഭാര്യയെയും മക്കളെയൊക്കെ ഞാൻ വീട്ടിൽ നിർത്തിയിരിക്കുകയാണ്. അവരെ എനിക്ക് കാണാൻ പോകാനുള്ള പെർമിഷൻ ഇല്ല. ഞാൻ ഈ ഭൂമിയിലേക്ക് ഈ ശരീരത്തിൽ വന്ന ദിവസമാണ് നാളെ. എൻ്റെ പങ്കാളി എൻ്റെ കൂടെ കൂടിയതിന് ശേഷം, ഈ ശരീരത്തിന്റെ പങ്കാളി കൂടിയതിന് ശേഷം ഇതുവരെ ഞങ്ങൾ പിരിഞ്ഞിരുന്നിട്ടില്ല. വീട്ടിൽ സമാധി ഇരുന്നപ്പോ പോലും നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. നിങ്ങൾക്ക് അത് ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ കാണാം. ആ സമാധി ഇരിക്കുന്ന വേഷത്തിൽ പോലും അവരുടെ കൂടെ ആ സന്തോഷത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കറുപ്പ് ഇട്ടിട്ടാണെങ്കിൽ പോലും താടിയും ഇതും ഒക്കെ ആയിട്ടാണെങ്കിൽ പോലും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ നാളെ രക്ഷയില്ലാതെ അതൊന്നും പറ്റില്ല, അതൊന്നും നടക്കില്ല. ഈ ലൈൻ അങ്ങനെയാണ്. അല്ല, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അല്ല. അനങ്ങാൻ കഴിയില്ല. കേരളത്തിലേക്ക് എൻട്രി ചെയ്യാനുള്ള അവകാശം ഇല്ലാന്ന് പിന്നെയല്ലേ വീട്ടിൽ പോകുന്നത്. കേരള, തമിഴ്നാട്, കർണാടക എൻട്രി ചെയ്യാനുള്ള പാസില്ല. എന്ത് ചെയ്യാൻ പറ്റും? ആക്സെപ്റ്റ് ചെയ്യുക, അല്ലാതെ നിവൃത്തിയില്ല. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. അവരെ കാണാൻ, ഇത് വേറൊരു ലൈനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവരെ എനിക്ക് കാണാൻ പോകാനുള്ള പെർമിഷൻ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയെയും മക്കളെയും, ഞാൻ ഭാര്യയെ കല്യാണം കഴിച്ചത് അവളോട് ജീവിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ്. പക്ഷേ എൻ്റെ ലൈൻ മാറി എനിക്ക് ഈ ഏണി കിട്ടിയപ്പോൾ ഞാൻ നേരെ ദൈവത്തിലേക്ക്, പുള്ളി ഉണ്ട്, അവിടെ ഉണ്ട്, ഓക്കെ, മേളിലാണ് പുള്ളി ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഏണി തന്നേക്കുന്നത്. ആരും ഒന്നും കരുതണ്ട. അപ്പോൾ അങ്ങനെ ഈ ഏണിയുടെ ആക്സസ് എനിക്ക് മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾക്കും കൂടെ കിട്ടണമല്ലോ. നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും ശരി, എൻ്റെ ഈ ഏണിയെക്കുറിച്ച് നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഏണി കൂടെ ദൈവത്തിലോട്ട് നേരിട്ടെത്താം. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും. നിങ്ങൾ എൻ്റെ ഏണിക്ക് ഞാനൊരു പേരിട്ടിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഈ ഒരു ടെക്നോളജിയുടെ പേര്. ഇപ്പോൾ പണ്ട് മതങ്ങൾ ഗിമ്മിക്കുകൾ കാണിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ അടച്ചു വെച്ചിരുന്ന ഈ ഒരു ടെക്നോളജിയുടെ ഇപ്പോഴത്തെ പേര് ഏണി. ഈ ഏണി ഞാൻ തൽക്കാലം ഏണി എന്ന് പേരിട്ടേക്കുന്നു. ഈ ഏണി ചാരിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തിലോട്ട് നേരെ എത്താം. ഇവിടെ നിങ്ങൾ ഒന്നും പേടിക്കണ്ട, നിങ്ങൾക്ക് ഭയമെന്നതില്ല. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരുകയാണ് ഇതോടുകൂടി. ഈ ഏണിയെ നിങ്ങൾ അങ്ങോട്ട് നമ്പിയാൽ മതി. നമ്പിനാൽ അവൻ അല്ല, ഞാൻ സത്യമായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഈ ഏണിയെ നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഇതിൻ്റെ ഫലപ്രാപ്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഏണിയുടെ ഒരു പടിയിലേക്ക് നിങ്ങൾക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫ്രീ സെക്ഷൻ കൊണ്ട് അതിൻ്റെ അകത്ത് കാര്യമില്ല. ഇവിടെ നിങ്ങൾ കണ്ണടച്ച് 20 മിനിറ്റ് ഇരുന്ന് നിങ്ങൾക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലെ ആ ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും.
സമാധാനം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിത് എത്ര കൊല്ലങ്ങൾ സൂഫികളുടെയും അതുപോലെ ഹിമാലയ സാനുക്കളിലെ മഹത്തുക്കളുടെയും ഒക്കെ പിന്നാലെ നടന്നിട്ടാണ് ഞാൻ ഈ വെള്ളമടിക്കാൻ വെള്ളമടിക്കാനല്ല, ഇതൊക്കെ ഞാൻ പഠിച്ചെടുത്തത്, ഇതൊക്കെ ഞാൻ സ്വായത്തമാക്കിയത്. അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ശക്തിയാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതുവരെ നിങ്ങൾക്ക് ആരും ഇത് പറഞ്ഞു തന്നിട്ടില്ല. ഇതിൻ്റെ നേരിട്ടുള്ള ആക്സസ് ഇതുവരെ നിങ്ങൾക്ക് ആരും തന്നിട്ടില്ല. അപ്പം നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ ഭയങ്കര ലക്കി പീപ്പിൾസാണ്. അപ്പം ഞാനിട്ടിരിക്കുന്ന ഈ കാലത്തിലെ ഇതിൻ്റെ പേര് ഏണി എന്നാണ്. ഏണി. ഇത് നിങ്ങൾ മുറുക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ എവിടെയായാലും നിങ്ങളിലേക്ക് ഊർജം വേണമല്ലേ? നിങ്ങൾക്ക് ഊർജം, ആ ഊർജം എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, എൻ്റെ കണ്ണുകളിലൂടെ തന്നെ ആ ഒരു എനർജി നിങ്ങളിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ഫീൽ ചെയ്യും, അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്തു തോന്നുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? എന്തു തോന്നുന്നു? ബുദ്ധിയും ബോധവും വിവേകവും ചിന്തയും ശേഷിയുമൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന മലയാളികളായ പ്രബുദ്ധരായ സാക്ഷര കേരളത്തിലെ മലയാളികളെ, ഞാൻ ഇത്രയും നേരം നടത്തിയ ഈ ഒരു അഭിനയത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? എൻ്റെ കയ്യിൽ ഒരു ഏണിയുണ്ടോ? ദൈവത്തിലേക്ക് ഡയറക്റ്റ് പോകാൻ എനിക്കൊരു ആക്സസ് ഉണ്ടോ? ഞാൻ എൻ്റെ ലൈംഗികമായ ജീവിതം ഉപേക്ഷിച്ചിട്ടുണ്ടോ? എൻ്റെ ഭാര്യയെയും മക്കളെയും കാണാതെ ഇരിക്കാൻ എനിക്ക് ആരെങ്കിലും റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നിങ്ങൾ വിശ്വസിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ഈ യുഗപുരുഷനാണ്, ദൈവത്തിൻ്റെ അവതാരമാണ്. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആശകളും പ്രതീക്ഷകളും സാധിപ്പിച്ചു തരാൻ വന്ന വ്യക്തിയാണ് ഞാൻ. ഗവേഷണം നടത്തി കണ്ടെത്തിയ എൻ്റെ ഈ അറിവ്, ഈ ദൈവത്തിലേക്കുള്ള ഡയറക്റ്റ് എൻട്രി, അത് ഞാനൊരു എക്സ്പെഡിഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് പങ്കുവച്ചു തരാണ്. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 10 മണിക്കാണ് പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞെന്നാൽ പിന്നെ നിങ്ങൾ ആരെയും ഭയക്കണ്ട. നിങ്ങൾക്കിവിടുത്തെ നിയമങ്ങളൊരു പ്രശ്നമല്ല, നിങ്ങൾക്കിവിടുത്തെ ആളുകളൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങളെ നശിപ്പിക്കാനും തകർക്കാനും ആരുമില്ല. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ല, ഇവനെന്താ ഭ്രാന്തായെന്ന്. അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ എന്നാൽ അങ്ങനെയല്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയിലെ ഏറ്റവും വലിയ യുവപുരുഷൻ പറയുന്ന വാക്കുകളാണ് ഞാനിപ്പോൾ ഒരിക്കൽ കൂടി തനിയാവർത്തനം നടത്തി ഇവിടേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത്. മൊഹ്സാൻ മൈ സ്റ്റിക്ക്, എനിക്ക് അടിക്കാനുള്ള വടി എന്ന ആ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ മൈ സ്റ്റിക്ക് എന്ന് പറയുന്നത്. പിന്നെ സ്കൂളിലും കോളേജിലും പോകാത്ത എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞു തന്നു, അത് മൈ സ്റ്റിക്ക് എന്നല്ല മിസ്റ്റർ, നിങ്ങൾ പേരുകളെങ്കിലും കൃത്യമായി പറയൂ, മിസ്റ്റേക്ക് എന്നാണ്. ആ മിസ്റ്റേക്ക് എനിക്ക് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു മൈ സ്റ്റിക്ക്, മൊഹ്സാൻ മൈ സ്റ്റിക്ക്. കൊടുങ്ങല്ലൂരിൽ ജനിച്ച് MLM കമ്പനികളിലൂടെ കണ്ടക്ടറായി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലും ഡിജിറ്റൽ ഫുട് പ്രിന്റുകൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ഇപ്പോൾ യുഗപുരുഷനായി മാറിയിരിക്കുന്ന മൊഹ്സാൻ മൈ സ്റ്റിക്ക്. അറിയോ? സനീബ്, മുഹമ്മദ് സനീബ്, ടേംസ് ബേ LLPയുടെ പുള്ളി പറഞ്ഞതാണ് ഈ തൊട്ട് മുമ്പേ ഞാൻ പറഞ്ഞ ഡയലോഗൊക്കെ. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ? എന്നാൽ ഇതൊക്കെ കേട്ട് വിശ്വസിച്ചിട്ട് ദിവസേന കുത്തിയിരുന്ന് 6 മണി മുതൽ 8 മണി വരെ പ്രാർത്ഥിക്കുകയും അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കുകയും ചെയ്യുന്ന വലിയൊരു സംഘം ആളുകളുണ്ട്. അവരുടെയൊക്കെ ഭയങ്കര കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പം നമ്മുടെ പാവം അനിൽ അംബാനി, മുകേഷ് അംബാനി, ആദിത്യ ബിർല, അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പോൾ അതിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടത്. കാര്യം അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനുണ്ട്. അവർ അതിൻ്റെ അകത്ത് ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, പുള്ളിയുടെ ഏറ്റവും വലിയ ഹോബി എന്താണെന്ന് വെച്ചാൽ ഹോട്ടലിൽ റൂം എടുക്കുക, അവിടെ നിന്ന് വെള്ളം അടിച്ചിട്ട് ലൈവ് വരിക. അപ്പോൾ ആ ദൈവിക ശക്തി കിട്ടിയ ആളാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ. അപ്പോൾ ആ ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. വൈഫിനെ കാണുന്നില്ല, കുട്ടികളെ കാണുന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് ഈ ലോകത്തിന് വേണ്ടി മുഴുവൻ ഭാരവും നെഞ്ചിലേറ്റി അങ്ങനെ പറയുമ്പോൾ ചില ആളുകൾക്ക് ഉദ്ഘാടനത്തിന് പോകുന്ന കാര്യം ഓർമ്മ വരും. അതല്ല, ജസ്റ്റ് ലീവ് ഇറ്റ്, അത് മായ്ച്ചോളാം. നെഞ്ചിലേറ്റി എന്ന് പറയുന്നില്ല, ഓക്കെ, ചുമലിലേറ്റി. നെഞ്ചിലേറ്റിയ വലിയ പ്രശ്നം ഇപ്പം. അപ്പം ചുമലിലേറ്റി നടക്കുന്ന ഈ ലോകത്തിൻ്റെ മുഴുവൻ പ്രാരാബ്ദങ്ങളും ഭാരങ്ങളും നിങ്ങളുടെ ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം നെഞ്ചിലേറ്റ് നടക്കുന്ന, പിന്നെയും ആ തോളിലേറ്റ് നടക്കുന്ന ആ മഹാൻ പറഞ്ഞ വാക്കുകളാണ് പ്രിയപ്പെട്ടവർ.
അദ്ദേഹത്തിന് ഇപ്പോൾ കേരളത്തിൽ വരാൻ പറ്റത്തില്ല, കർണാടകയിൽ വരാൻ പറ്റത്തില്ല, തമിഴ്നാട്ടിൽ വരാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ ലൈൻ വേറെയാണെന്ന്. ഏതാ ലൈൻ? വിച്ച് ഇസ് ദ ലൈൻ? വൈഫ് അറിയാതെ എവിടെയെങ്കിലും ലൈൻ സെറ്റാക്കി കാണുമോ? വച്ചാൽ അവിടെ ദുബൈയിൽ എങ്ങാണോ ഈ UAE അങ്ങനെയൊക്കെ എവിടെയെങ്കിലും ലൈൻ സെറ്റാക്കി കാണുമായിരിക്കില്ലേ? ആ ലൈനായിരിക്കും. ആ ലൈൻ ഇങ്ങോട്ട് വന്നെന്ന ഭാര്യ മക്കളുമായിട്ട് ഇണ്ടിക്കഴിഞ്ഞാൽ പടി കൊടുക്കും. കേസാകും കേസ്. കാര്യം ഇവിടെ ഭാര്യ മക്കളും ഉണ്ടെന്ന് അറിയാതായിരിക്കും പുള്ളി അവിടെ കെട്ടിയത്. അപ്പം പിന്നെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പണിയാവില്ലേ? അതാണ് ആ ലൈൻ എന്ന് പുള്ളി ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു. നമ്മളും പറയാറുണ്ടല്ലേ പണ്ട് കൊച്ചിലെ ചെറുപ്പത്തിൽ, നിനക്കൊല്ല ലൈൻ കൊണ്ടുപോണേ ഏയ്. അപ്പം ആ ലൈൻ ആയിരിക്കണം പുള്ളി ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഓക്കെ. അപ്പം എന്തായാലും അതൊക്കെ വിശ്വസിക്കാൻ വേണ്ടി കുറേ ആളുകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരാണ്, സർവോപരി സാധാരണക്കാർ. പ്ലാസിബോ എഫക്റ്റ് എന്താണ്? എൻ്റെ യാദൃശ്ചികമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നടന്നാൽ, ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്, ഞാൻ ചെന്ന് നിന്നുടനെ ഒരു ബസ് വന്ന് നിൽക്കുന്നു, എനിക്ക് പോകേണ്ട ബസ്, ഞാൻ കണ്ണൂർ പോകാൻ വന്നതാണ്, ഈ കണ്ണൂർ പോലുള്ള ബസ് വന്ന് നിൽക്കുന്നു. സ്വാഭാവികമാണ്, യാദൃശ്ചികമാണ്. നിങ്ങൾ ചെന്ന സമയം, ആ സമയം കണ്ണൂർ ബസ് അവിടെ സ്റ്റോപ്പ് ചെയ്തെന്നേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ അതിൻ്റെ അകത്തെ കാര്യം. നിങ്ങൾ ഓടിക്കതച്ച് വന്നു, അയ്യോ ട്രെയിൻ പോകാൻ പോയി, സമയം കഴിഞ്ഞു, ട്രെയിൻ പോയി എന്ന് പറയും. നമ്മൾ ഓടിച്ച് നമ്മൾ പോകാനുള്ള ട്രെയിൻ വരുന്നതേ ഉള്ളൂ. കാരണം എന്താ? ട്രെയിൻ ലേറ്റാണ് സുഹൃത്തുക്കളെ. അത് നിങ്ങളുടെ ഭാഗ്യമെന്ന് പറയുന്നത് നിങ്ങൾ കരുതുന്നു. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ട്രാക്കിൽ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ട്രെയിൻ ഒരു 10 മിനിറ്റ് ലേറ്റായി. നിങ്ങളുടെ സമയം നല്ലതാണ് എന്ന് നിങ്ങൾ കരുതുന്നു, നിങ്ങൾ ട്രെയിനിൻ്റെ അകത്ത് കയറി പോകുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ വളരെ സർവ്വസാധാരണമായി, സ്വാഭാവികമായി, നാച്ചുറലായി സംഭവിക്കാവുന്ന ചില കാര്യങ്ങൾ. ഇനി നിങ്ങൾ എത്രയൊക്കെ തടുക്കാൻ ശ്രമിച്ചാലും ചിലപ്പോൾ നിങ്ങൾ കൃത്യസമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് നിങ്ങൾ വരുന്ന വഴിക്ക് നിങ്ങളുടെ കാറിൻ്റെ ടയർ പഞ്ചറായി, വെടി തീർന്നു പോയി, നിങ്ങൾ റോഡിലായിപ്പോയി, ട്രെയിനിൻ്റെ വഴിക്ക് പോയി. അപ്പം നിങ്ങൾ പറയും നാശം പിടിക്കാനായിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ മതിയായിരുന്നു, വേറൊരു കാർ എടുത്ത് വന്നാൽ മതിയായിരുന്നു. അപ്പോഴേ പറഞ്ഞതാണ് വീട്ടിൽ നിന്ന് പുറകിൽ നിന്ന് വിളിക്കരുതെന്ന്. ഇതാണ് നമ്മളുടെ അവസ്ഥ. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കളഞ്ഞു പോയാലോ, നമുക്കെന്തെങ്കിലും കൂടുതലായിട്ട് കിട്ടിയാലോ, ഇതൊക്കെയും നമ്മൾ അതിൻ്റെ സിറ്റുവേഷൻ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നില്ല ടെക്നിക്കലി. അല്ലെങ്കിൽ അത് നമ്മൾ അന്നേരം നമ്മളുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് അതിനെ നമ്മൾ നമ്മുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫേവറബിളായിട്ട് നമ്മൾ ആ ഒരു കാര്യത്തെ മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മളെ ഒരാൾ ചീത്ത വിളിച്ചാൽ, മാനേജർ ചീത്ത വിളിച്ചാൽ ജോലി ചെയ്യാത്തതുകൊണ്ടാണ്. പക്ഷെ അന്നേരം നമ്മൾ പറയും, പക്ഷേ ഞാനത് എത്ര ചെയ്തിട്ടും ശരിയായില്ല. ശരിയാവാഞ്ഞതിൻ്റെ കാരണം ഉണ്ടായിരിക്കും. കാരണമല്ലേ കണ്ടെത്തേണ്ടത്. ചിലപ്പോൾ നമ്മൾ 10 പ്രാവശ്യം ചെയ്തിട്ടായിരിക്കും ഒരു കാര്യം ശരിയാവുന്നത്. 9 പ്രാവശ്യം ചെയ്യുമ്പോഴും ചിലപ്പോൾ അയാൾ ചീത്ത വിളിക്കും. 10ാമത്തെ പ്രാവശ്യം അയാൾ അപ്രിഷ്യേറ്റ് ചെയ്യും. കാരണം ആ 9 പ്രാവശ്യം കൊണ്ട് നമ്മളത് തിരുത്തി ശരിയാക്കി. 10ാമത്തെ പ്രാവശ്യം ശരിയായി, അപ്പോഴാണ് ശരിയായത്. അതുവരെ അത് തെറ്റ് തന്നെയായിരുന്നു. ഇത് തന്നെയല്ലേ നമ്മുടെയൊക്കെ ലൈഫിൽ സംഭവിക്കുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കി, ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മതി. ഞാൻ പറയുന്നത് ഇതല്ലേ. നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചു, എൻ്റെ ശരീരത്തിലെ വേദന മാറി, എൻ്റെ പ്രയാസങ്ങൾ മാറി, എൻ്റെ കാര്യങ്ങൾ നേരെയായി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു പവറിനെയും ഒരു എനർജിയെയും, അതും എസ്പെഷ്യലി ഇത്തരം ഫേക്കുകളെയും കൊണ്ടുവന്ന് നിങ്ങൾ നിറയ്ക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അത് ഇയാൾ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കിത് നടക്കില്ലായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ മാസം വില്ലേജ് ഓഫീസിൽ പോയി ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു, നിങ്ങൾക്കൊരു പെൻഷൻ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു കാര്യം വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിരുന്നു. ആ അപേക്ഷയുടെ ഭാഗമായിട്ട് നിങ്ങളെ ഇന്നാണ് വിളിച്ചത്. ഇന്നലെ നിങ്ങൾ ഇയാളുടെ പ്രയറിൽ കയറി, അതുകൊണ്ടാണ് ഇന്ന് വിളിച്ചതെന്നാണോ അതിൻ്റെ അർത്ഥം? ഞാൻ ഇത്രയും പ്രബുദ്ധരായ മലയാളികളാണ് ചോദിക്കുന്നത്. നിങ്ങളത് നേരത്തെ ചെയ്തു വെച്ചതല്ലേ, അതിൻ്റെ റിസൾട്ടല്ലേ ഇപ്പോൾ വിളിച്ചത്. നിങ്ങൾ അന്ന് ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടെ ഉണ്ടാക്കി ഇട്ട് കൊടുക്കാൻ ഇന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് അവിടെ സാധിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഇത്തരം യാദൃശ്ചികതയിലൂടെ നിങ്ങൾക്ക് സംഭവിക്കുന്ന നേട്ടങ്ങളെ, അതിൻ്റെ ആ ഒരു ബെനിഫിറ്റിനെയും ഇത്തരം ഫ്രോഡുകൾ അത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കാത്തിടത്തോളം. അതുകൂടാതെ വേറെ കുറേ ഉണ്ട്. റിവീലിംഗ് ഞാനിങ്ങനെ നടത്തും. റിവീലിംഗ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേക്ക് പ്രൊഫൈലുകളുടെ റിവീലേഷൻ അടുത്ത് ഞാനിങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. മച്ചന്മാരെല്ലാവരും കമൻ്റ് ഇട്ട് പൊളിക്കണം, എനിക്ക് കമൻറ്റ് വേണം. ഇതിലല്ല, എൻ്റെ വീഡിയോ റീച്ച് ആയില്ലെങ്കിൽ എനിക്കൊരു തേങ്ങയില്ല. കാര്യം ഞാൻ മോണറ്റൈസേഷൻ ചെയ്തിട്ടില്ല അല്ലേ. സ്കൂളിൽ പോകാത്തതുകൊണ്ട് മറ്റേ പൈസ കിട്ടുന്നൊരു പരിപാടിയുണ്ട് യൂട്യൂബിൽ നമുക്ക് പൈസ കിട്ടും. അത് അടച്ചാണ് കയ്യിൽ നിന്ന് പോയല്ലോ. മോൻ്റെ സേഷൻ ആ സാധനം ഞാൻ ചെയ്തിട്ടില്ല.
അപ്പോൾ അത് ഇനി ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും കേട്ടോ. എനിക്ക് 16 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്, വാച്ച് അവറൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിതൊരു മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ അത് റീഅപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പറയുന്നുണ്ട്. വേണേൽ ചെയ്യാമല്ലേ? അപ്പോൾ മോണിറ്റൈസേഷൻ ചെയ്യാം. അപ്പോൾ അതൊക്കെ. അപ്പോൾ പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ല. കുറേ പാവപ്പെട്ട മനുഷ്യരുണ്ട്, അവരവരുടെ ജീവിതത്തിലെ സർവ്വതും സാധാരണവുമായ സംഭവ വികാസങ്ങളെ ഈ ഒരു കാര്യവുമായിട്ട് കൂട്ടിക്കുഴച്ചുകൊണ്ട് അത് അയാളുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം കിട്ടിയതാണ് എന്ന് കരുതുമ്പോൾ, ഞാൻ ആദ്യം അഭിനയിച്ച് കാണിച്ച ചില രംഗങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്, എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് നോക്കാൻ നല്ലതാണ്. എന്നെ ഒരുത്തനും വിശ്വസിക്കണമെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. എന്നെ വിശ്വസിക്കരുത്, ഞാൻ നിങ്ങളെ ഭയങ്കര സെറ്റപ്പാക്കി കളയും. ഞാൻ എന്നോടാണ് ബാല നിൻ്റെ കളി. അപ്പം പറഞ്ഞു തന്നത് ഇതാണ് സംഭവം. ഞാനിങ്ങനെ ഇരുന്ന് വളവളാന്ന് പറയുന്നതൊക്കെയാണ് ഓരോരുത്തന്മാർ പറഞ്ഞത്. ഈ വളവളാന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നിനക്കൊക്കെ ഇത്ര ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നടാവേ, അവൻ അവിടെ കള്ളും കുടിച്ചോണ്ടിരുന്ന് പറയുമ്പോൾ നിനക്കൊക്കെ എന്താണ് ഫീൽ ചെയ്യാത്തേ? അവൻ കള്ളു കുടിച്ചോണ്ട് പറയുന്നത് അത് വേദവാക്യവും, ഞാനിവിടെ പച്ചയ്ക്ക് ഓപ്പണായിട്ടിരുന്ന് ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞെന്ന്. കണ്ണീര് തുടക്കാൻ പോലും ആരുമില്ല ഗൈസ്, ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു. എടാ, നീയൊക്കെ എത്രയൊക്കെ ഉടായ്പ് കാണിച്ചാലും എത്രയൊക്കെ വെട്ടിപ്പ് കാണിച്ചാലും എന്നെയൊക്കെ പോലെ 1000 പേര് വരുവടാ ഇതൊക്കെ പൊളിച്ച് കാണിക്കാൻ. ബുദ്ധിയും ബോധവുമുള്ളൊരു പുതിയ ജനറേഷൻ വരുന്നുണ്ട്. 80s 90s ഒന്നും അല്ല, 70s 80s നിനക്ക് ഈ വിശ്വാസത്തിൻ്റെയും മാങ്ങയുടെയും തേങ്ങയുടെയും കാര്യം പറഞ്ഞ് പറ്റിക്കാൻ പറ്റൂ. ടെക്നോളജി ഡെവലപ്പായിട പോയി, ടെക്നോളജി ഡെവലപ്പായി. ഇന്ന് നീ പറഞ്ഞ AI കമ്പാനിയൻസ് ഇന്ന് ഏറ്റവും കൂടുതൽ ബെറ്റർ പെർഫോമൻസിലും എക്സ്പീരിയൻസിലും ഇന്ന് ഒരു ലോകത്തിൻ്റെ ഏതൊരു കോണിലിരുന്നും ഇൻ്റർനെറ്റിൻ്റെ ആക്സസിലൂടെ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന ഒരു ജനറേഷൻ നമ്മുടെ ചുറ്റിലും ഡെവലപ്പായി വരുന്നുണ്ട്. ഓരോ സെക്കൻഡിലും ലക്ഷങ്ങളെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്, തെറ്റിച്ച് പറഞ്ഞതല്ല, കാര്യമായിട്ടും തന്നെ പറഞ്ഞതാണ്. പല ആളുകൾക്കും അത് മനസ്സിലാവും. കാരണം സെക്കൻഡുകൾക്ക് ഇന്ന് വിലയുണ്ട്. ഒരു സെക്കൻഡ് നമ്മളൊരു സെർവറിലെ സ്പേസ് യൂസ് ചെയ്യുന്നതിന് വിലയുണ്ട്. ആ സ്പേസ് സെയിൽ ചെയ്യുന്നതിന് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അംബാനി അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ വിളിക്കുന്ന ഓരോ സെക്കൻഡിനും നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെ. ഓരോ ദിവസവും നമ്മളിൽ നിന്ന് ചാർജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സെക്കൻഡുകൾക്ക് വിലയുണ്ട്. അപ്പോൾ നീ ഒന്ന് മനസ്സിലാക്കണം, ഇത് 80s 70s അതുപോലെ പഴയ ജനറേഷനിലുള്ള ആളുകളെയൊക്കെയാണ് നിനക്ക് ഇങ്ങനെ പച്ചയ്ക്ക് പറ്റിക്കാൻ പറ്റുന്നത്. മൊഹസാനി മൈഷ്ടിക്ക്. കാരണം ഞാനൊരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് ഇവിടെ വെച്ചാൽ നിനക്ക് അതിൻ്റെ അകത്ത് ഒരു തുള്ളി ഒന്ന് പറ്റിച്ച് കാണിക്കാം. നീ എന്തോ ദൈവത്തിൻ്റെ മറ്റേ സാധനത്തിൻ്റെ അകത്തുനിന്ന് നേരിട്ട് വന്നതല്ലേ, അത് നിനക്ക് നേരിട്ട് കണക്ഷൻ ഉള്ളതല്ലേ. പോട്ടട, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ഞാനൊരു ലൊക്കേഷൻ പറഞ്ഞു തരാം. കൃത്യമായിട്ട് ഗൂഗിൾ മാപ്പിലെ ലോങ്ങിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ഉപയോഗിച്ച് ഞാൻ നിനക്കൊരു ലൊക്കേഷൻ പറഞ്ഞിട്ട് ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിൽ നിനക്ക് ഞാൻ പറയുന്ന സമയത്ത് കൃത്യമായിട്ടൊന്ന് മഴ പെയ്യിപ്പിക്കാൻ പറ്റുമോടാ? നിനക്ക് ദൈവമായിട്ട് നേരിട്ട് എൻട്രി ഉള്ളതല്ലേ. അടുത്തൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, നിരവധി ആളുകൾ അസുഖങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട്, എല്ലാവരും ഒന്നും വേണ്ടടാ, ഞാൻ നിന്നോട് പ്രത്യേകം പറഞ്ഞു തരാം. ഇന്നയാൾ ഇത്ര വയസ്സ്, ഇന്ന ബെഡ്, ഇന്നതാണ് അസുഖം, അയാളുടെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നീ ഒന്ന് ക്യൂർ ചെയ്ത് അതൊന്ന് നിനക്ക് ആ രോഗം ഒന്ന് ഭേദമാക്കി കാണിച്ചു തരാമോ? ഇനി ഇതെല്ലാം പൊക്കോട്ടെ, അതൊന്നും നിന്നെക്കൊണ്ട് ഈ ജന്മത്ത് നടക്കത്തില്ല ഫ്രോഡെ, ഈ ജന്മത്ത് നിന്നെക്കൊണ്ട് നടക്കത്തില്ല. അപ്പോൾ അതെല്ലാം പൊക്കോട്ടെ. അപ്പം പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഒരു പിഞ്ചു കുഞ്ഞ് പാല് കിട്ടാതെ വിശന്ന് കരഞ്ഞുന്ന ഒരു കുഞ്ഞിൻ്റെ വിശപ്പ് നിനക്ക് നിൻ്റെ ഈ ഒരു പവർ ഉപയോഗിച്ചിട്ട്, എന്ന് വെച്ചാൽ അതിൻ്റെ മുലപ്പാൽ കൊടുക്കാതെ അതിൻ്റെ വിശപ്പ് മാറാതെ ഉള്ള കരച്ചിൽ നിനക്കൊന്ന് നിർത്തിത്തരാൻ പറ്റും? അതിനൊന്നും അറിയത്തില്ലല്ലോ. അതിന് പാല് കിട്ടിയാൽ അത് കരച്ചിൽ നിർത്തും. നീ പാല് കിട്ടിയാലല്ല, നീ പൈസ കിട്ടിയാൽ നിൻ്റെ കരച്ചിൽ നിർത്തും. നീ വെള്ളം അടിച്ച് എന്താണ്, എനിക്ക് ഒരുപാട് ആളുകൾ വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു. നീ വെള്ളം അടിച്ചിട്ട് ലൈവിലൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം ഹാനികരമാണ് ആരോഗ്യത്തിനെന്ന് സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കണമെന്നാണ് സിനിമകളിൽ പോലും നിയമം. നിനക്ക് എങ്ങനെയാണ് ധൈര്യം വരുന്നത് ഇത്രയും വലിയ സംഭവമൊക്കെ ചെയ്യാനായിട്ട്? ധർമ്മത്തെക്കുറിച്ചും ദൈവികം എന്ന വാക്കിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഡിവൈൻ എന്നും പൈശാചികം എന്നതിന് ഡെവിൾ എന്നുമാണ്. ഞാൻ നിന്നെ ഡെവിൾ എന്ന് വിശേഷിപ്പിക്കുന്നു. കാരണം ദൈവീകം എന്നത് എപ്പോഴും ധാർമ്മികതയാണ്. ദൈവികമാകുന്നതെല്ലാം ധർമ്മത്തിനും ന്യായത്തിനും നീതിക്കും ഒക്കെ നിരക്കുന്ന കാര്യങ്ങളായിരിക്കും. 51,000 രൂപ വാങ്ങി മനുഷ്യനിൽ സംഭവിക്കുന്ന യാദൃശ്ചികമായ കാര്യങ്ങളെ അത്
നിന്റെ പവർ കൊണ്ടാണ്, നീ ആശ്രയിക്കുന്ന ശക്തിയുടെ പവർ കൊണ്ടാണ് എന്ന് വിശ്വസിപ്പിക്കുന്നത് ധാർമ്മികതയല്ല, അനീതിയാണ്, അക്രമമാണ്, കപടമാണ്, കള്ളമാണ്, ഉഡായിപ്പാണ്. അത് ചെയ്യുന്ന നീ എന്ത് ന്യായമാണ് പറയുന്നേ? എന്ത് പവറുണ്ടെന്നാണ് നീ പറയുന്നേ? ഞാൻ ഈ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ അല്ലേ, മുസ്ലിങ്ങൾ ഉസ്താദ്മാർ പറയുന്ന പോലെ പറഞ്ഞാൽ, ഞാൻ ഈ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾക്ക് പുന്നാര മോനെ നിനക്കൊരു മറുപടി തരാൻ പറ്റുമോ? പറ്റുമോ? നിനക്കൊരു മഴ പെയ്യിപ്പിക്കാൻ പറ്റുമോ? പോട്ടെ, നിനക്ക് ഞാനൊരു ലൊക്കേഷൻ തരാം, അത്രയും റൗണ്ടിൻ്റെ ഉള്ളിൽ മാത്രം നിനക്കൊന്ന് കാറ്റ് വീശിപ്പിക്കാൻ പറ്റുമോ? ഒരു കൊച്ചുകുട്ടിക്ക് ഒരു അസുഖം വന്നാൽ ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ അത് നിനക്ക് ഭേദപ്പെടുത്താൻ പറ്റുമോ? മുല കുടിച്ച് വിശന്ന് കരയുന്ന കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാൻ പോലും നിനക്ക് പറ്റത്തില്ല. ഇതൊക്കെ നിനക്ക് അറിയാം, ഇതൊക്കെ ഈ നാട്ടുകാർക്കും അറിയാം, ഈ ജനങ്ങൾക്കും അറിയാം. അപ്പോൾ കർത്താവിൻ്റെ കുഞ്ഞാടുകളോട് എനിക്ക് പറയാനുള്ളത്, ഇവൻ പക്ക ഫ്രോഡാണ്, ഇവൻ ഉഡായിപ്പാണ്. പാസ്റ്ററിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എന്നെ പൊങ്കാലിടും കേട്ടോ. എന്ന് വെച്ചാൽ അച്ഛന്മാരെയും മുസ്ലിയാക്കന്മാരെയൊക്കെ കളിയാക്കുമ്പോഴത്തേക്ക് അത് ഇനി ഞാൻ മതത്തിൽ നിന്ന് പുറത്താണോ അകത്താണോ, അതൊന്നും അല്ല കേട്ടോ ഇവിടെ വിഷയം. നമ്മൾ ട്രാൻസ് എന്ന് പറയുന്ന സിനിമ ഒന്ന് മലയാളികളെ ഒന്ന് വീണ്ടും 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 എടുത്ത് കണ്ടു കേട്ടോ. ട്രാൻസ് അറിയാമല്ലേ? മിക്കവാറും അറിയാൻ പറ്റും. നല്ല സൂപ്പർ സിനിമയല്ലേ, ഭയങ്കര സിനിമയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം എങ്ങനെ ചൂഷണം ചെയ്യപ്പെടും, വിശ്വാസത്തിലൂടെ മനുഷ്യൻ്റെ മനസ്സിലെ, അതിൻ്റെ അകത്ത് പോളെന്ന് പറയുന്ന ഒരാളെ കൊണ്ട്, നമ്മളുടെ മാത്യൂസ് എന്ന് പറയുന്നത്, അവിടുത്തെ ആ സിനിമയിലെ കഥാപാത്രങ്ങളെ തന്നെ ഞാൻ പറയുകയാണ് കേട്ടോ. മാത്യൂസ് എന്ന് പറയുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ പുതിയ പാട്ടിറങ്ങിയപ്പോഴത്തേക്കും ഡാൻസ് കളിച്ച് വൈറലായ സോബിൻ കളിച്ച ഡാൻസ് ഓർമ്മയില്ലേ? പാട്ട് ഓർമ്മയില്ലേ? കാണും, എല്ലാവർക്കും ഓർമ്മ കാണും അല്ലേ? അത് തന്നെ പാട്ട്, അത് തന്നെ. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ വന്നു പാട്ട്. ഞാൻ ഈ പാട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മനസ്സിൽ വന്നു, മറ്റേ വന്നില്ലേ, അത് തന്നെ സാധനം, മറ്റേ ഷിപ്പിൻ്റെ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്ന പാട്ട് വന്നില്ലേ? കിട്ടിയില്ലേ? കിട്ടാത്തവർക്ക് ഞാൻ ഒറ്റ വരി പറഞ്ഞാൽ കിട്ടും. മോണിക്ക ലവ് യു മോണിക്ക. കിട്ടി, അത്രേ ഉള്ളൂ. ഇത് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിയായിരുന്നു. ഇത് നമ്മുടെ മൈൻഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴും ദൈവത്തിൻ്റെ പവറിനെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് കിട്ടുന്ന ഇതുപോലെയാണ് കേട്ടോ. ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അപ്പം സോബിൻ മാത്യൂസ് ആയിരുന്നു കൊണ്ട് നമ്മുടെ ജോഷ്വ എന്ന് പറയുന്ന നമ്മുടെ ആരെയാ സിനിമയിൽ എത്തിയില്ലേ നിങ്ങൾ? ട്രാൻസിലെത്തിയില്ലേ? ട്രാൻസ് സിനിമയിലെത്തിയില്ലേ? കണ്ടു നോക്കണം. ബിജു എന്ന ഒരു ചെറുപ്പക്കാരനെ നേരെ ജോഷ്വ ആക്കി മാറ്റുന്ന, പാസ്റ്ററാക്കി മാറ്റുന്ന അവറാച്ചൻ. പണി വരുന്നുണ്ട് അവറാച്ച, ഡയലോഗ് ഓർമ്മയില്ലേ? ഒന്നില്ലേ ഇപ്പോൾ? പണി വരുന്നുണ്ട് അവറാച്ച. അത് തന്നെ സാധനം. ആ സാധനത്തിൻ്റെ അകത്ത് നമ്മുടെ പ്രിയപ്പെട്ട നടൻ ഫഹദ് ഫാസിൽ നമ്മളുടെ മാത്യൂസിനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പോൾ എന്ന് പറയുന്ന ഒരാൾ മറ്റേ വെള്ളത്തിൽ മറ്റേ ഗുളിയേറ്റ് കൊടുത്തിട്ട് സീൻ ഓർമ്മ വന്നില്ലേ? ഓക്കെ. അപ്പോൾ ആ സീൻ്റെ അകത്ത് ഈ പോളിൻ്റെ അമ്മയുടെ അസുഖം കുറഞ്ഞോ എന്ന് ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അമ്മയ്ക്കിപ്പോൾ വളരെ ബെറ്റർ ആയിട്ടുണ്ട് പാസ്റ്റർ എന്ന് പറയുന്നൊരു സീനുണ്ട്. അമ്മയെ പാസ്റ്റർ ചികിത്സിച്ചിട്ടുണ്ടോ ഗൈസ്? ഉണ്ടോ? ആ സിനിമയിൽ തന്നെ പറ. അവന് മാത്രമല്ല, നമ്മളും സിനിമ കാണാറുണ്ട്. ഏത് മൊഹ്സൻ മാത്രമല്ല കാന്താര കാണുന്നത്, നമ്മളും കാണാറുണ്ട്. നമ്മളും കണ്ടിട്ടുള്ള സിനിമയൊക്കെ നമ്മളും നമ്മുടെ സിനിമകളൊക്കെ കാണാറൊക്കെ ഉണ്ട്. കാര്യം ഈ ലോകത്ത് പിടിച്ചു വയ്ക്കണ്ടേ, ടെക്നോളജിയെ കുറിച്ച് അറിഞ്ഞിരിക്കണ്ടേ. ജെമിനിയെ ഉപയോഗിച്ചിട്ട് ഡ്രസ്സ് ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് NFW അല്ലേ, അറിയാതിരിക്കും. NFW ചിരിക്കരുത്, പൊക്കോളാം വെറുതെ കേട്ടോ. അതായത് ന്യൂഡിറ്റി. നമ്മൾ തുണിയില്ലാത്ത ഫോട്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു സന്യാസി ഉണ്ടാക്കിയിട്ട് അവൻ്റെ ചുറ്റും രക്തം വിതറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ദിസ് ഇസ് നോട്ട് മൈ പോളിസി, ദിസ് ഇസ് എഗെയിൻസ്റ്റ് മൈ പോളിസി, ഐ കനോട്ട് ഡൂ ദാറ്റ് എന്ന് പറയും. എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ പോളിസി, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഐ ഹാവ് ബീൻ റൈറ്റൻഡ്. എനിക്ക് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവേ, നടപടി ആവൂല, വിട്ടേരെന്ന് പറയും. ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതുപോലെ ഈ മതത്തിൻ്റെ അകത്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിൻ്റെ അന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ കള്ളു പിടിക്കാം, വ്യഭിചരിക്കാം, പലിശയ്ക്ക് കൊടുക്കാം, ആളുകളെ പറ്റിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മൊഹ്സാനേ എൻ്റെ ദൈവമേ എന്നെ കാക്കണേ, എനിക്ക് പ്രൊട്ടക്ഷൻ തരണേ. ഒരു കോണ്ട കിട്ടുന്നെങ്കിൽ അന്ന് പ്രൊട്ടക്ഷൻ കിട്ടിയേനെയായിരുന്നു. ഈ ഒരുപാട് ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടിയേനെ. ഇവനല്ല, അവൻ്റെ
പുള്ളി ഒരു കോൺട്രാക്ട് ഇരുന്നെങ്കിൽ സെറ്റായിരുന്നു, എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പോട്ടെ. പക്ഷേ എന്തായാലും ആ ഫാമിലിയുടെ കാര്യം ഞാൻ ആലോചിക്കുന്നത്. ആ പാവം പെണ്ണ് എങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയത്? പാവം ലൈൻ പോലും കറക്റ്റ് അല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം ആ പെട്ട് നിൽക്കുകയാണ് ഗൈസ്. അദ്ദേഹം തന്നെ പറയാണ്, ഇപ്പം ഞാൻ വേറെ ലൈനിലാണ്, കൊച്ചെ അന്വേഷിച്ചോട്ടാ, വേറെ ഏതോ ലൈൻ സെറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് പുള്ളി പറയുന്നത് കേരളത്തിലോട്ടും തമിഴ്നാട്ടിലോട്ടും കർണാടകത്തിലോട്ടൊന്നും വരാൻ പറ്റത്തില്ല. ഈ കണക്കിൽ പോയാൽ വരാൻ പറ്റത്തില്ല, കാരണം കേരള പോലീസൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. ഇങ്ങനെയൊക്കെ ആളെ പറ്റിക്കുന്നതും വെട്ടിപ്പ് നടക്കുന്നതും നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിനക്കറിയാമോ? ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡി ആക്ടിൻ്റെ വയലേഷനാണ്. നീ ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്ക് ഞാനീ പറയുന്നത്. ഡ്രഗ്സ് ആൻഡ് മാജിക്സ് റെമഡി ആക്ട്സ് 1954. എൻ്റെ മക്കളെ, പട്ടിയുടെ പാല് 12 കൊല്ലം കുഴലിട്ടാലും അത് വളഞ്ഞു തന്നെ ഇരിക്കും. കുറേ ആളുകളൊക്കെ ഞാനിനി എന്തൊക്കെ പ്രസംഗിച്ചെന്ന് പറയുന്നാലും 25 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ ഞാനിവിടെ സംസാരിച്ചെന്ന് പറയുന്നാലും no use, no problem. I will go live every day with this video because I have OBS studio. I will play it automatically. I am a digital marketing expert. So ഞാൻ ഇനി എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഈ വീഡിയോയുമായി നിങ്ങളുടെ വീട്ടിൽ വരും. നിങ്ങളെന്നെ വിശ്വസിക്കണം ഗൈസ്. എൻ്റെ എക്സ്പെഡിഷൻ പ്രോഗ്രാമിലേക്ക് വരാൻ വേണ്ടിയിട്ട് വെറും 51,000 രൂപ മാത്രം അതെൻ്റെ പ്രോസ്പെരിറ്റി എന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാനുള്ള ഗൂഗിൾ ഫോം ഞാൻ ഇതോടൊപ്പം നൽകുന്നുണ്ട്. ആ ഫോം ഫില്ല് ചെയ്തിട്ട് നൽകുമ്പോൾ നിങ്ങളെ എനിക്ക് പരിചയപ്പെടുത്തിയ വ്യക്തിയുടെ നമ്പരും ഫോൺ നമ്പറും അതുപോലെ നെയിമും പേരും കൂടെ ഒന്ന് പറഞ്ഞേക്കണം. കാര്യം നമ്മളിത് പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണെങ്കിലും ആളുകളോട് നമ്മൾ പറയുന്നത് പൈസയൊന്നുമല്ല, സേവനമാണ്. നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുമെന്ന് ഒരു സംഭവം ഉണ്ടായി കൊടുത്തേക്കാണ്. സൂക്ഷിക്കണം കേട്ടോ, ആരോടും പറയരുത്. ഞാൻ പൈസ തരുന്ന കാര്യം ഒറ്റ മനുഷ്യരോട് പറയരുത്. നിങ്ങളുടെ അക്കൗണ്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാര്യം നിങ്ങളുടെ വേറെ ആരുടെയെങ്കിലുമൊക്കെ അക്കൗണ്ട് തരിക, അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഇതിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് തരാം. നമ്മളിപ്പോൾ 51,000 രൂപയ്ക്ക് നിങ്ങൾ ആളെ കൊണ്ടുവന്നാലേ 51,000 രൂപയ്ക്ക് നിങ്ങൾ ആളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ ഒരു 10% എന്ന് പറഞ്ഞാൽ തന്നെ 5,000 രൂപ ആയി. അപ്പം നിങ്ങൾക്കൊരു 20% മിനിമം ഞാൻ തരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒറ്റയടിക്ക് 10,000 രൂപ കിട്ടുമല്ലേ? നല്ല ഓഫറല്ലേ 10,000 രൂപ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 30 ദിവസം പണിയെടുക്കുന്നതിന് കിട്ടുന്നത് എന്താ? 30,000 ഗുണമൊക്കെയാണ്. 30,000 ഗുണമാണ്. നിങ്ങൾ വെറും 3 പേര് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30,000 രൂപയായി. ദിവസം 1,000 രൂപ വെച്ചിട്ടായി. നമ്മൾ കളിയാണെന്നാണ് കരുതുന്നത്. നിങ്ങൾ വെറും 3 പേരെയൊക്കെ കൊണ്ടുവന്നാൽ മതി, 30,000 രൂപ കിട്ടും. ആരും അറിയരുത്. രഹസ്യമായിരിക്കണം. ആരെങ്കിലുമൊക്കെ ഇത് അറിഞ്ഞു കഴിയുന്ന പ്രശ്നമാണ്. കാര്യം എന്താ വെച്ചാൽ നമ്മൾ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാവും. അപ്പം ആരും അറിയരുത്. എൻ്റെ പൊന്നാരമുത്ത്, എനിക്ക് ഇങ്ങനെയൊക്കെ ഊക്കാനേ അറിയത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാനൊരു പ്രൊഫഷണലായിപ്പോയി. അത്യാവശ്യം കുറച്ച് സ്റ്റാൻഡേർഡ് വിട്ടും പറയാതെ രക്ഷയില്ലെന്നായി. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ 1/2 മണിക്കൂറത്തെ പവർ സെഷൻ കഴിഞ്ഞു. അപ്പം ഞാൻ ആകെ ടയർഡായി. എനിക്ക് എല്ലാ ദിവസവും ഇങ്ങനെ പവർ സെഷനിൽ വരാൻ പറ്റത്തില്ല. തൽക്കാലം ഇന്നത്തെ പവർ സെഷൻ ഇവിടെ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. എല്ലാവരും കണ്ണടയ്ക്കുക. ഓക്കെ, കണ്ണടയ്ക്കുക. ഞാൻ കണ്ണടച്ചിട്ട് ഞാൻ വീഡിയോ പൗസ് ചെയ്യും. എന്നിട്ട് ഞാൻ പോയി ചായ കുടിച്ച് ചോറൊക്കെ തന്നിട്ട് വരും. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ, അതായത് എൻ്റെ OBS സ്റ്റുഡിയോയിൽ ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആപ്ലിക്കേഷനിൽ, അത് റെക്കോർഡഡ് വീഡിയോയാണ്. ഞാനത് എല്ലാവരും കണ്ണടയ്ക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാനത് പ്ലേ ചെയ്തിട്ടിട്ട് പോകും. ഞാനാകെ ഒരു ദിവസത്തെ 20 മിനിറ്റ് കണ്ണടച്ചിരുന്നിട്ടുള്ളൂ. ആകെ 20 മിനിറ്റ് ഇരുന്നിട്ടുള്ളൂ. പിന്നെ ഞാനതെല്ലാം ക്ലിപ്പ് ചെയ്ത് കട്ട് ചെയ്ത് അവിടുന്ന് ഇവിടുന്നൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നതൊക്കെ ഇങ്ങനെ മാറ്റി ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴും എനിക്കത് പ്ലേ ചെയ്യാം. കാര്യം 20 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി കണ്ണടച്ചിരിക്കുക എനിക്കെന്താ ഭ്രാന്താണ്? എന്തോന്നാണ് പോയി പറയുന്നത്? ചുമ്മാ എല്ലാ ദിവസവും രാവിലെ 20 മിനിറ്റ് നിങ്ങളുടെ മുന്നിക്ക് വന്ന് ഇങ്ങനെ കണ്ണു അടച്ചിരിക്കാനായിട്ട് എനിക്കെന്താ ഭ്രാന്താ? ഞാനാകെ വെറും 5 മിനിറ്റ്, ആ 5 മിനിറ്റ് ഞാൻ കണ്ണടച്ചിരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ശരിക്കും പറയാൻ അറിയാമോ? അറിയത്തില്ലല്ലോ. ഇങ്ങനെ കണ്ണടച്ചിരുന്നു. ഇടയ്ക്ക് ഞാനിങ്ങനെ കണ്ണനക്കി ഇങ്ങനെ അനക്കും, ചുണ്ടൊക്കെ ഒന്നിങ്ങനെ അനക്കും. ഇങ്ങനെയൊക്കെ ഞാൻ മുഖത്ത് കുറച്ച് ഭാവങ്ങളൊക്കെ വരുത്തി. പിന്നെ കൂടുതൽ സമയവും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയായിരുന്നു. മുഖത്ത് യാതൊരു ഭാവവും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? ക്യാമറയിൽ എന്താണോ
അപ്പം അങ്ങനെയാണ് ഞാൻ കൂടുതൽ സമയം ഇരുന്നത്. എന്നിട്ട് ഈ ഇടക്കിടക്ക് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആ ക്ലിപ്പുകൾ ഇങ്ങനെ വെച്ച് 20 മിനിറ്റ് ആക്കിയിട്ടുണ്ട്. 15 മിനിറ്റ് 20 മിനിറ്റ്. എന്നിട്ട് ആ തുടക്കത്തിൽ ഞാൻ എന്ത് ചെയ്യും, തുടക്കത്തിൽ അതിനിങ്ങനെ പല ക്ലിപ്പുകളായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു 20-25 വീഡിയോ ക്ലിപ്പുണ്ട്. കാര്യം ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന മിക്കവാറൊക്കെ ഈ ഡ്രസ്സിൽ തന്നെയാണ്. എപ്പോഴും ഞാൻ ഈ ഒരു മാലയൊക്കെ ഇട്ടിട്ട്, അയ്യോ എൻ്റെ മാല കാണുന്നില്ല, കടവുളേ എൻ്റെ മാല എവിടെ, എൻ്റെ സ്വർണ്ണമാല എവിടെ, എൻ്റെ സ്വർണ്ണ ചെയിൻ എവിടെ? പക്ഷെ എന്ത് പറയാനാന്ന് പറയുന്നത്, എൻ്റെ സ്വർണ്ണ ചെയിൻ കാണുന്നില്ല ഗൈസ്. ഞാനിവിടെ എത്ര സമയമായി ഞാനിവിടെ എൻ്റെ സ്വർണ്ണ ചെയിൻ, എന്നെ പണ്ട് ചെങ്ങലൊക്കെ ഇട്ടിരുന്ന ചെയിനാണ്, എവിടെ? ഓക്കെ, ഇത് USB കേബിൾ അല്ലേ ഇത്, എന്നെ പറ്റിക്കുന്ന പോടാ. എൻ്റെ സ്വർണ്ണ ചെയിൻ കാണുന്നില്ല. നമുക്ക് അത്രയും സ്വർണ്ണ ചെയിനൊന്നും ഇടാനുള്ള അവസ്ഥയില്ല ഗൈസ്. നമ്മളാരും ഇതുവരെ ഇങ്ങനെ പൈസ പറ്റിച്ചിട്ടില്ല. അതുകൊണ്ട് അത്രയും വലിയ ചെയിനൊന്നും ഇടാനായിട്ട് അസൂയപ്പെടാനല്ലേ പറ്റത്തുള്ളൂ നമുക്ക്. പക്ഷേ നിങ്ങളാരും അനുഭവിക്കാത്ത സമാധാനമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ മറ്റൊരുത്തൻ്റെ കയ്യിലത്തെ പൈസ എൻ്റെ കയ്യിൽ വരണമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. നാളെ എന്താകുമെന്ന് പോലും ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ എന്നത് എൻ്റെ കയ്യിലല്ല. അങ്ങനെയായി വിശ്വസിക്കാനാണ്. എന്ന് വെച്ചാൽ വിത്തൗട്ട് എനി പ്രൊഡക്ഷൻ ലൈഫ് വെരി ബ്യൂട്ടിഫുൾ ആണ്. അസുഖങ്ങളുണ്ടെങ്കിൽ പോലും, ബാക്കിയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പോലും പ്രാരാബ്ദങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. നാളെ മീൻ മേടിക്കണമെന്ന് കെട്ടിയോള് പറഞ്ഞിട്ടുണ്ട്. നാളെ ഇന്നിപ്പോൾ കടയിൽ പോയി പലചരക്ക് സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട് അല്ലേ. അതൊക്കെ നമ്മുടെ കുടുംബമായിട്ട് ജീവിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. ഇതൊക്കെ ജോലിയിലുള്ള പ്രശ്നങ്ങളുണ്ട്, സെർവറുകളും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഇത്രയും നടത്തിയ ഇത്രയും സംഭാഷണത്തിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും തേങ്ങ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അതല്ലേ പറയാൻ പറ്റുമല്ലേ, എന്തെങ്കിലും തേങ്ങ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒറ്റയടിക്ക് ക്ലബ് ചെയ്തിട്ട് ഒന്നിച്ചങ്ങോട്ട് തരികയാണ്. ഇതിനെ ഞാൻ ഇനി ക്ലിപ്പാക്കി നേരത്തെ പറഞ്ഞ പോലെ 20 മിനിറ്റുള്ള പവർ സെക്ഷനിൽ ഞാനിങ്ങനെ കണ്ണടച്ചിരിക്കുന്നു എന്നുള്ളത് വരെയും ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞു. എനിക്കിനി വയ്യ. അപ്പോൾ ഇനി കമൻറ്റുകൾ വരട്ടെ. ഞാൻ ഇതിന് മൊത്തം ഇങ്ങനെ കട്ട് ചെയ്ത് ക്ലിപ്പാക്കി എല്ലാ ദിവസവും ഇത് തന്നെ ആയിരിക്കും. എന്നിട്ട് ഞാൻ AI കുറിച്ച് പറയും, AI കമ്പൈനിനെ കുറിച്ച് പറയും. പിന്നെ പണ്ട് കാലത്ത് എന്താ പറയുക, നമ്മുടെ ആദം എന്ന് പറയുന്ന പ്രവാചകൻ ഉണ്ടായത് മുതൽ ഇസ്ലാമിക് കോൺസെപ്റ്റ്, ആദം ഹവ്വയും ഉണ്ടായത് മുതൽ എന്ന് പറയുന്ന ഇസ്ലാമിക് കോൺസെപ്റ്റ്, അല്ലെങ്കിൽ 7 ആകാശങ്ങളും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ബൈബിളിൻ്റെ കോൺസെപ്റ്റ്, അതുപോലെ ഭഗവത്ഗീത, അങ്ങനെ ഓരോരോ വിഷയങ്ങളെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ കുറച്ചൊരു സെഷൻ ഞാനിങ്ങനെ തരാം. അതൊരു 15 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. കൂടുതലൊന്നും ചോദിക്കരുത്. പവർ സെഷനുകളാണ്. പവർ സെഷനൊക്കെ അത്രേ പറ്റൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ പിന്നെ ആരെയും ഭയക്കണ്ട. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ വെച്ച ഏണി ആരും കൊണ്ടുപോയില്ല, കട്ടുകൊണ്ടുപോയോ, കള്ളന്മാർ ആരെങ്കിലും കൊണ്ടുപോയില്ല, ഏണിയുണ്ട്. അപ്പോൾ ഏണിയുണ്ട്, ഏണിയിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഞാൻ ഇത് തുറന്നിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറക്കും ചിറക്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റൂ. ഞാനിങ്ങനെ ചിറകടിച്ചു കഴിഞ്ഞാൽ സ്പീഡിലടിക്കാൻ പറ്റും. സ്പീഡിലടിച്ചാൽ ഇവിടെ എൻ്റെ സെർവറിൻ്റെ ഇതൊക്കെ ഇരിപ്പുണ്ട്, കുറേ സെർവറൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ 3 സെർവർ റണ്ണിങ് ഉണ്ട്. അപ്പോൾ സെർവർ പറന്നു പോകും. ഞാൻ സ്പീഡിലടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറന്ന് കണ്ട പറക്കുന്നുണ്ടേ. നോക്ക്, നിങ്ങൾ നോക്ക്, ഇതിങ്ങനെ അടിക്കുമ്പോഴാണ് ഞാനിങ്ങനെ പറക്കുന്നത്. വേണ്ട, വേറെ ആരെങ്കിലും തെറ്റിദ്ധരിക്കും. അപ്പോഴേ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ. പിന്നെ ഇനിയും വെളുപ്പിക്കാനുള്ളവന്മാരൊക്കെ വന്നോ. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ആരും അറിയാതൊക്കെ ഡീൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 20% വരെയൊക്കെ തരാം. 51,000 രൂപയല്ലേ നിങ്ങൾ മേടിക്കുന്നത്. അപ്പം ഏകദേശം ഒരു 10-15,000 രൂപ അങ്ങ് കിട്ടും ഒരാളെ കൊണ്ടുവന്ന് കഴിയുന്നത്. പിന്നെ നമ്മുടെ കൂടെ കുറേ കമൻറ്റ് തൊഴിലാളികളൊക്കെ ഉണ്ട്. കമൻറ്റ് തൊഴിലാളികൾക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കണം. പിന്നെ നമ്മുടെ മാർക്കറ്റിംഗ് നോക്കുന്ന ആളുകളുണ്ട്. ഇത് രഹസ്യമായിട്ട് പറയുന്നത് വേറെ ആരും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് രഹസ്യമായിട്ട് പറയാം. എനിക്ക് നേരിട്ട് അറിയാവുന്ന 10-30 പേരെ നമ്മളെ ഗ്രൂപ്പിലുള്ളൂ. ഈ 10-30 പേരാണ് നമുക്ക് വേണ്ടി രാത്രിയും പകലും ഇല്ലാതെ മറ്റേ അവൻ്റെ ആ സുധീർ കബീറിൻ്റെ അതിലൊക്കെ പോയി കമൻ്റൊക്കെ ചെയ്യാറുണ്ട് നമ്മുടെ ടീമെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് സഹകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കേരളത്തിൽ നിന്ന് നല്ലൊരു പൈസ അടിച്ചു മാറ്റാമെന്ന്. ചുമ്മാ നിങ്ങളെന്ത് പറയുന്നത്, അതേ 30,000 രൂപ വെച്ചിട്ട് നിങ്ങൾക്കൊരു 10 ദിവസം 30,000 രൂപ വെച്ചിട്ട് 3 ലക്ഷം രൂപ ആയില്ല. നമുക്കെന്താ കളിയാണ്? ആകെ നിങ്ങൾ 10 പേരെ കൊണ്ടുവന്നാൽ പോലും 10 പേരെ കൊണ്ടുവന്നാൽ തന്നെ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടിയില്ലേ? നിങ്ങളെന്താ കളിക്കുവാണോ? അല്ല, ഇനിയിപ്പോൾ അത് നമുക്ക് കമ്മീഷൻ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യാം. നിങ്ങളിപ്പോൾ ആളെ കൂടുതൽ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ മെയിൻ, അതായത് ടോപ്പ് മെമ്പറിലോട്ട് നമ്മൾ കയറ്റി വെക്കും.
അപ്പോൾ നമ്മൾ കമ്മീഷൻ കൂടുതൽ വരും. എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ലീഡേഴ്സിൻ്റെ ഒരു ഗ്യാങ് ഉണ്ട്, ഒരു ഗ്രൂപ്പുണ്ട്. അതിൻ്റെ അകത്ത് നിൽക്കുന്നവന്മാർക്ക് നമ്മൾ 20 വെച്ചാണ് കൊടുക്കുന്നത്. അത് നിങ്ങൾക്കും കിട്ടും. അങ്ങനെ മൊത്തം ഞാൻ ഒരു 30 കുമാർക്ക് കൊടുത്ത് 20 വെച്ചാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സംഭവമൊക്കെ മനസ്സിലായല്ലോ എന്തായാലും. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഈ ക്ലിപ്പായിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് ഇനി ഞാനിതൊക്കെ മേടിച്ചെടുത്തെന്ന് പറഞ്ഞിട്ട് ആരോടും പറയണ്ട കേട്ടോ, പറയാൻ നിൽക്കരുത്. എനിക്ക് എൻ്റർടൈൻമെൻറ്റിൻ്റെ സമയമായി. പവർ സെഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആകെപ്പാടെ ടയർഡായി. അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. മറന്നുപോയി കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്മീഷൻ കൊടുക്കുന്നതൊക്കെ നമ്മൾ ഭയങ്കര രഹസ്യമായിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ മറ്റേ ഹൈ പ്രൊഫൈലുള്ള മെമ്പേഴ്സിലോട്ടൊക്കെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ പണി ഉണ്ടാവും കേട്ടോ. ചുമ്മാ അതൊന്നും ചിലപ്പോൾ പൈസ തരുത്തൊന്നുമില്ല. നമ്മളെല്ലാ വീഡിയോക്കും വന്ന് കമൻ്റൊക്കെ ഇടണം. പിന്നെ ഇടക്കിടക്ക് നമ്മളിങ്ങനെ വേറെ ഫേക്ക് പ്രൊഫൈലൊക്കെ ഇഷ്ടംപോലെ ഗൂഗിളിൻ്റെ അകത്ത് അക്കൗണ്ട് ഉണ്ടാക്കാമല്ലോ, അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ ഇപ്പോൾ എന്നിട്ട് ഇടക്കിടക്ക് മൊഹസാൻ എൻ്റെ ദൈവമാണ്, മൊഹസാൻ എന്നെ ഇങ്ങനെ ആ കമൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടൊക്കെ ഇരിക്കണം. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഇതിങ്ങനെ ഫോളോ അപ്പ് ചെയ്തെന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളവർ ഇതിനകത്തോട്ട് പെടുത്താൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് പരിപാടി നടക്കത്തൊന്നുമില്ല. അപ്പോൾ ഈ വായിക്കുന്നവന്മാരും അതുപോലെ പിന്നെ ഇടക്കിടക്ക് നമ്മൾ ഈ കൊണ്ടുവരുന്ന ആളുകൾക്ക് പറയണം അത് നിങ്ങൾക്ക് ഭയങ്കര അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും ഇതിന് വന്നതിന് ശേഷം. അപ്പോൾ അത് നിങ്ങൾ ഷെയർ ചെയ്യാൻ പറഞ്ഞ് നമ്മളവരിങ്ങനെ എന്ത് ചെയ്യണം, പുറകിൽ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്യണം. അപ്പം അവർ ഈ സാധനം ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് അവരോട് പറയണം അത് മൊഹസാൻ്റെ ഇത് താങ്ങിയത് കൊണ്ടാണ്, മീൻസ് മൊഹസാൻ്റെ ആ പവർ താങ്ങിയത് കൊണ്ടാണെന്ന് പറയണം. അപ്പോൾ എല്ലാ ദിവസവും രാത്രി നമ്മുടെ എണിക്കകത്ത് പവർ നിറയുന്നുണ്ട്. അപ്പോൾ അത് രാവിലെ ഞാൻ എന്ത് ചെയ്യും, എടുത്തിട്ട് കൊടുക്കുമെന്നുള്ള രീതിക്ക് നിങ്ങൾ പറയണം. മനസ്സിലായി? നമ്മൾ ഏണി വെച്ചേക്കുവാണല്ലോ ഇപ്പോൾ കയറാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾ മറക്കാതെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഇതിനകത്ത് വരുമാനം വരുത്തുള്ളൂ. അല്ലാതെ വരുമാനമൊന്നും വരുത്തൊന്നുമില്ല. പിന്നെ മറ്റേ സുധീർ കബീറിനെ പോലുള്ള ചിലവന്മാരൊക്കെ വന്ന് പല വീഡിയോയൊക്കെ ചെയ്യും. അപ്പോൾ അവന്മാരുടെ വീഡിയോയിലൊക്കെ പോയിട്ട് മൗസ ഞങ്ങളുടെ രാജാവാണ്, മൗസ ഞങ്ങളുടെ ദൈവമാണ്, ഇങ്ങനെയൊക്കെ പോയി തള്ളണം. തള്ളിയില്ല എന്നുണ്ടെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റീച്ച് പോകും. ഈ ആളുകൾ അതെടുത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ മലയാളികൾക്കൊരു കുഴപ്പമുണ്ട്. ഇങ്ങനെ ഈ കിട്ടുന്ന വീഡിയോ ഒക്കെ എടുത്ത് അവന്മാർ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൊഹസാൻ എക്സ്പെഡിഷൻ ഭയങ്കര ഫേക്ക് ആണെന്നൊക്കെ ആളുകൾ പറയും. അപ്പോൾ അതൊന്നും വരാതെ നോക്കിക്കോളാം. നമ്മൾ പൈസ അതിനനുസരിച്ചിട്ടൊക്കെ തരും, നോക്കുന്നതിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ കാശൊക്കെ തരും കേട്ടോ. അപ്പം മൊഹസാൻ എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കണം, അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ പിന്നെ ഇത് രഹസ്യമായിരിക്കണം. എനിക്ക് കൈ വിറയ്ക്കാൻ തുടങ്ങി. എനിക്ക് 2 അടിച്ചാൽ മാത്രമേ കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ സാക്രിഫൈസ് ചെയ്ത് ഞാൻ അനുഭവിച്ചിരിക്കുന്ന തലങ്ങളൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നിങ്ങൾക്കതൊന്നും ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇത് വേറെ ലൈനാണ്. എൻ്റെ കെട്ടിയോൾ പോലും അറിയാത്ത വേറെ ലൈനാണിത്. അപ്പം അതുകൊണ്ട് 2 അടിക്കണം. ഞാൻ സാധനം മേടിച്ചു വയ്ക്കും, അടിക്കും. ധർമ്മം എന്നും പറഞ്ഞുകൊണ്ട് ഒരുത്തനും ഇങ്ങോട്ടൊന്നും വരണ്ട. അപ്പോൾ മേടിച്ചൊക്കെ അടിക്കുക, അതൊക്കെ നമ്മുടെ പോളിസിപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് വെറുതെ നമ്മളെന്ത് ചെയ്യണ്ട, ചൊറിയാനൊന്നായിട്ട് ഇങ്ങോട്ടൊന്നും ഒരുത്തനും വരുമൊന്നും വേണ്ട. അപ്പം പൈസയുടെ കാര്യം മറക്കണ്ട, മീറ്റിങ്ങിൻ്റെ കാര്യവും മറക്കണ്ട. ഇപ്പം ഇനിയും താമസിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം എൻ്റെ പവറൊക്കെ പോകും. ആകെപ്പാടെ ഇപ്പം കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങി, ഷെവറിങ് തുടങ്ങി. അപ്പോൾ എന്തായാലും പോട്ടെ എന്നോ. അപ്പോൾ മൊഹസാൻ ദൈവം നീണാൽ വാഴട്ടെ എന്നൊക്കെ പറഞ്ഞ് 5-6 കമൻ്റൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ ഇടണം, മറക്കരുത്. പ്രത്യേകം ഇത് നമ്മുടെ ഗ്രൂപ്പിന് വരുന്ന മെസ്സേജാണ്. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങളുടെ ആ 20,000 കമ്മീഷൻ കിട്ടുന്ന ടീം നാളെ അവർക്ക് കുറച്ച് പണി കൂടുതലുണ്ട്. ആ സുധീർ കബീർ വേറെ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, അവൻ നമ്മളെ പൊളിക്കുമെന്ന് തോന്നുന്നത്. അപ്പോൾ അവൻ്റെ ചാനലിൽ കയറി അടപടലം ഒന്ന് കമൻ്റൊക്കെ ഇട്ട് മൊത്തം അവൻ നെഗറ്റീവ് കമൻറ്റ് കൊണ്ട് അവനങ്ങോട്ട് തൊലയണം. അല്ല നിങ്ങൾ ചുമ്മാ വെറുതെ പൈസ മേടിച്ചുകൊണ്ട് പോകുന്ന ഒരുത്തനും കരുതുന്നുണ്ട് കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്കാണ് 2 അടിക്കേണ്ട സമയം കഴിഞ്ഞ് കൈ വിറയ്ക്കും, അതാ പ്രശ്നം. ഇപ്പം എനിക്ക് കമൻ്റ് ഒന്നും, എനിക്ക് എൻ്റെ ഫോണിൻ്റെ അകത്ത് 10-25 ഫേക്ക് അക്കൗണ്ട് ഉണ്ട്. അത് വെച്ച് എനിക്ക് കമൻറ്റ് ടൈപ്പ് ചെയ്യണമെങ്കിൽ തന്നെ കൈ വിറയ്ക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ബിന്ദു, പ്രസീത, മറ്റേ റീന, രാജീവ് എല്ലാവരും ഉണ്ടല്ലോ അല്ലേ, ശിവദാസ് എല്ലാവരും ഉണ്ടല്ലോ മീറ്റിങ്ങിൽ. അപ്പം നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ കയറി അവൻ്റെ വീഡിയോ ഒക്കെ പോയിട്ട് നല്ല നെഗറ്റീവ് കമൻ്റ് എന്ന് പറയുന്ന അവൻ യൂട്യൂബ് ഇനി ഗൂഗിളിൻ്റെ ആസ്ഥാനത്തിൽ പോയിട്ട് അവൻ പറയണം. സുധീർ കബീർ ഗൂഗിളിൻ്റെ ആസ്ഥാനത്തിൽ പോയിട്ട് യൂട്യൂബിനോട് പറയണം, എനിക്കിനി അക്കൗണ്ട് വേണ്ട, കാര്യം ആ മൊഹസാൻ്റെ ആൾക്കാർ അമ്മാതിരി തെറിയ എന്നെ വിളിച്ചെന്ന് പറയണം.
അപ്പോൾ ഇത്ര എനിക്കിന്ന് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും മൂസാൻ നീണാൽ വാഴട്ടെ, മൂസാൻ നീണാൽ വാഴട്ടെ, മൂസാൻ ദൈവിക ശക്തി, മൂസാൻ ഞങ്ങളുടെ രാജാവ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ മീറ്റിംഗ് അവസാനിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രൈവറ്റ് മീറ്റിംഗ് ആണ്. വീഡിയോ ഒന്നും എടുത്താലും ഷെയർ ചെയ്യരുത്. പ്രത്യേകം പറയാനുള്ളത് 20,000 കിട്ടുന്നവരും 10,000 കിട്ടുന്നവരും തമ്മിലുള്ള ഗ്രൂപ്പിലൊന്നും ഇത് പോകരുത് കേട്ടോ. അത് പ്രത്യേകം സൂക്ഷിച്ചോണം. നമ്മുടെ ഈ പ്രീമിയം മെമ്പർ പോലെ നിൽക്കുന്ന നിങ്ങളൊക്കെ അത് നോക്കിക്കോളണം. അപ്പോൾ ശരിയാണോ? ഞാൻ അടിക്കട്ടെ. അടിക്കുക, പെടുക്കുക, കിടക്കുക, ഇതൊക്കെ തന്നെയാണല്ലോ ഇപ്പം പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ പൈസ അല്ലേ, വരട്ടടവേ. എംബ്രോസ്പെരിറ്റിയുടെ അക്കൗണ്ടിലോട്ട് വരട്ടങ്ങോട്ട്. എന്നാൽ ശരി, വലിച്ചു കിട്ടുന്നൊന്നുമില്ല, പോയേക്കുവാണേ. ഗുഡ് നൈറ്റ്.